ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. സൂപ്പർ പവറിന് വേണ്ടിയുള്ള ഫാമിലി ടാസ്ക് ഒക്കെ കഴിഞ്ഞു. അത് ജയിച്ച ടീം തീർച്ചയായിട്ടും സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ ആ ടീമിലെ ഒരാൾക്ക് മാത്രം ഒരു സന്തോഷവുമില്ല. അഭിലാഷ് ആയിരുന്നു ഈ ടീമിന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തി. അഭിലാഷ് ഇപ്പോൾ ഒനിലുമായിട്ട് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ വീട്ടിലെ 18 ആൾക്കാരെയും ഞാൻ മാർക്ക് ചെയ്തു. അവരെ എങ്ങനെ പൂട്ടണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഗെയിം പ്ലാൻ തയ്യാറാക്കി. പക്ഷേ എൻ്റെ കൂടെ നിന്ന ആൾക്കാരെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതിൽ ഏതെങ്കിലും ഒരു പവർ അവൾ എനിക്ക് തരുമായിരിക്കുമെന്ന്. സാരമില്ല, പോട്ടെ. നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ ആൾക്കാരെ മനസ്സിലാക്കുന്നത്. പറഞ്ഞു വരുന്നത് നൂറയെക്കുറിച്ചാണ്. ഇതിനു മുൻപ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക്, ലൈവ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി വിശദമാക്കുകയാണ്. വീക്ക്ലി ടാസ്ക് പൂർത്തിയായി. വീക്ക്ലി ടാസ്കിന്റെ അവസാനത്തിൽ ഒനിലും നൂറയും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ നൂറ ജയിച്ചു. നൂറ ജയിച്ചതോടുകൂടി നോമിനേഷൻ പവർ, ഇമ്മ്യൂണിറ്റി പവർ, ഫാമിലി പവർ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. നോമിനേഷൻ പവർ എന്ന് പറഞ്ഞാൽ വരുന്ന 3 ആഴ്ച ഡയറക്റ്റ് ഈ പവർ കിട്ടുന്നയാൾക്ക് മറ്റാൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇമ്മ്യൂണിറ്റി പവറിന്റെ പ്രത്യേകത, വരുന്ന 3 ആഴ്ചത്തേക്ക് ഈ ഇമ്മ്യൂണിറ്റി ലഭിച്ചിരിക്കുന്ന വ്യക്തിയെ ആർക്കും നോമിനേറ്റ് ചെയ്യുവാൻ കഴിയില്ല. ഫാമിലി പവറിന്റെ പ്രത്യേകത, ഫാമിലി വീക്കിൽ ഒരാഴ്ചത്തേക്ക് അവരുടെ കുടുംബത്തെ കൂടെ പാർപ്പിക്കുവാൻ കഴിയും. ഈ 3 പവറാണ് ലഭിച്ചിരിക്കുന്നത്. ഈ 3 പവർ 3 വ്യക്തികൾക്ക് വീതം വെച്ചെടുക്കാം. വേണമെങ്കിൽ ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് അനുഭവിക്കുകയും ചെയ്യാം. നൂറ ജയിച്ചു. ആദ്യം തന്നെ നൂറ ഫാമിലി പവർ അത് ബിന്നിക്ക് കൊടുത്തു. ബിന്നിയുടെ ഫാമിലിക്ക് ഇവിടെ വരാം, ഒരാഴ്ച കൂടെ താമസിക്കാം. പിന്നീട് 2 എണ്ണമാണുള്ളത്. ഒന്ന് ഇമ്മ്യൂണിറ്റി പവർ, മറ്റൊന്ന് സൂപ്പർ നോമിനേഷൻ പവർ. ഈ 2 പവറും അതെനിക്ക് വേണം എന്ന് പറഞ്ഞ് സൂത്രധാരനായി കൂടെ നിന്ന് കളി പറഞ്ഞു കൊടുത്ത അഭിലാഷിനെ വട്ടത്തിൽ മൂഞ്ചിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയണം. അഭിലാഷ് വല്ലാത്തൊരു സങ്കടത്തിലാണ്. ആ സമയത്ത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി അദ്ദേഹം കെട്ടിപ്പിടിക്കുകയും സൂപ്പർ എന്നൊക്കെ പറയുകയും ചെയ്തെങ്കിലും അഭിലാഷ് ഇപ്പോൾ പറയുകയാണ്, ഈ വീട്ടിലുള്ള 18 ആൾക്കാരെയും ഞാൻ മാർക്ക് ചെയ്തു. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ടീം അംഗങ്ങൾ അവർ പിൻപിൽ നിന്ന് കുത്തും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഞാൻ ചിന്തിച്ചു എനിക്കതിലൊന്നെങ്കിലും അവൾ തരുമായിരിക്കുമെന്ന്. അവൾ തന്നില്ല. പിന്നെ ബിഗ് ബോസ് ഇത് കൊണ്ടുവന്നതിന്റെ പ്രത്യേകത, ഇങ്ങനെയുള്ള ഗെയിമാണ് ബിഗ് ബോസിന് ഇഷ്ടം. ഇങ്ങനെയുള്ള ഗെയിം കളിക്കുന്നവരെയാണ് ബിഗ് ബോസിന് താല്പര്യം. കാരണം ഇതാണ് ട്വിസ്റ്റ്, ഇതാണ് കണ്ടന്റ്. ഇങ്ങനെ കളിക്കുന്ന ആൾക്കാരെ ബ്രില്യന്റ് ഗെയിമേഴ്സ് എന്നും പറയുവാൻ കഴിയും. പക്ഷേ ഞാൻ 100%അല്ല, 101% ഇട്ടിട്ട് തന്നെയായിരുന്നു ഈ ഗെയിം കളിച്ചത്. അതെ, ബിന്നിയും നൂറയും അഭിലാഷും തമ്മിലുള്ള പ്ലാനിങ്ങുകൾ ഈ ഗെയിം തുടങ്ങിയ സമയം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. അഭിലാഷ് ഓരോ വ്യക്തികളെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരെ എങ്ങനെ മാർക്ക് ചെയ്യണം, എങ്ങനെ അവരെ പൂട്ടണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ പ്ലാനിങ്ങുകൾ നടത്തി. ഒരു വിധത്തിൽ പറഞ്ഞാൽ അഭിലാഷിന്റെ ടീം മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു പ്ലാനിങ്ങിൽ കൂടി ഈ ഗെയിം പിടിച്ചെടുത്തത്. ബാക്കിയുള്ളവരൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞങ്ങ് നീങ്ങുകയായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ കളിച്ചു. ആ ഗെയിം അവർ സ്വന്തമാക്കുകയും ചെയ്തു. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ക്യാപ്റ്റനാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കണമെന്ന്. നൂറയെ ക്യാപ്റ്റൻ ആക്കിയതും അഭിലാഷ് തന്നെയാണ്. ഒടുവിൽ അഭിലാഷ് വട്ടത്തിൽ 3G ആയിരിക്കുന്നു. നൂറയും ബിന്നിയും കൂടി സൂപ്പർ പവറുകൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. വീക്ക്ലി ടാസ്ക് അവസാനിച്ചു, വിൻ ചെയ്തു. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അഭിലാഷ് അങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു സങ്കട കാഴ്ച പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണേണ്ടി വരുന്നു.